സുബൂത്തുൽ ഖൈറിൽ ഇലാഹി ഫി ശൈഇ, ഏതൊരു വസ്തുവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള ഒരു നന്മ നിലനിന്ന് കിട്ടലാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. കുറെ സമ്പത്തുണ്ടാകലല്ല ബർക്കത്ത് എന്ന് പറയുന്നത്. ഉള്ളതിൽ അതങ്ങനെ നിലനിന്ന് കിട്ടലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾ അങ്ങനെ നിലനിന്ന് കിട്ടുക നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ, ആ അനുഗ്രഹങ്ങൾ നമുക്ക് ഉപകാരപ്രദമാവണം, അതോടൊപ്പം അത് നിലനിന്ന് കിട്ടണം. ഇതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യമായ റജബിലും ശഅബാനിലും മാത്രമല്ല ബറക്കത്തിനെ തേടിയിരുന്നത്, മറ്റുള്ള മാസങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്തിനെ ചോദിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. സ്വഹാബികൾ അവരുടെ തോട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആദ്യമായി ഉണ്ടാകുന്ന ഫലങ്ങൾ അവർ കൊണ്ടുവന്നു കൊടുക്കും ഹബീബായ നബി തങ്ങൾക്ക്. കൃഷി ചെയ്യുന്നവരുണ്ടായിരുന്നു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ. അതേപോലെ ധാരാളം ഫലങ്ങൾ ലഭ്യമായിരുന്നവർ, അവർക്ക് ആദ്യം ലഭിക്കുന്ന ഫലങ്ങൾ എന്തായാലും അത് ഹബീബിന്റെ മുന്നിൽ കൊണ്ടുവന്നവർ കൊടുക്കും. മുത്തുനബി തങ്ങൾ അത് സ്വീകരിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു അത്രേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സിമാരിനാ വസുറൂഇനാ وبارك لنا في صاعنا ومدنا وبارك لنا في طعامنا وشرابنا وبارك لنا في مدينتنا. الله നീ ഞങ്ങളുടെ കൃഷിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഞങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളിൽ, ഞങ്ങളുടെ നാടുകളിൽ, വീടുകളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ അല്ലാഹുവിനോട് ബർക്കത്തിനെ തേടണമെന്ന് ബഹുമാന്യ സദസ്സിനോട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ഒന്ന് സങ്കടം പറയാറുണ്ട്, ഉസ്താദേ ബിസിനസ് കുറവാണ്, കച്ചവടം കുറവാണ്. പ്രിയപ്പെട്ടവരെ, കച്ചവടം ജാസ്തിയാകണോ അതോ വർദ്ധിക്കണോ? ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടാവണോ? അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തിജാറത്തിനാ, അല്ലാഹുവേ നീ ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണമേ അല്ലാ. അപ്പൊ ബർക്കത്തിനെ തേടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എല്ലാ മാസങ്ങളിലും നമ്മൾ അല്ലാഹുവിനോട് ബർക്കത്തിനെ തേടണം. പ്രത്യേകിച്ച് പുണ്യമായ ഈ റജബ്, അത് ബർക്കത്തിനെ തേടാൻ എന്തായാലും ബർക്കത്ത് ലഭ്യമാവാൻ ഇടയുള്ള പരിശുദ്ധമായ മാസമാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. പുണ്യമായ റജബിലെ വളരെ സവിശേഷമായ ഒരു സന്ദർഭമുണ്ട്. ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു രാവുണ്ട്. ആ രാവാണ് വരാനിരിക്കുന്നത്. റജബ് 27 രാവ് നമുക്കറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു യാത്ര നടത്തിയ രാവാണത്. അൽ ഇസ്റാ വൽ മിഅ്റാജ്. മുത്തുനബി തങ്ങളുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു ഏടാണത്, അല്ലെ, ഒരു അധ്യായമാണത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം ഒരു ആത്മാവ് കൊണ്ടുള്ള യാത്രയാണ് നടത്തിയത് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. തത്തുലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. സദസ്സൊന്നും ഉണ്ടെന്നില്ല, സ്റ്റേജിലുള്ള ഉസ്താദ്മാര് മാത്രമാണ്. വൽ ഹബീബിൽ അറബി. കുറഞ്ഞ ആളുകൾ ഉള്ള ആളുകൾക്ക് ഒന്ന് ഒരുമിച്ച് വന്നിരിക്കുക, ആയിരിക്കുന്ന ആളുകൾക്ക് ഒട്ടിക തയ്ക്കറോ. അതെ, എല്ലാവരും ഒന്ന് നടത്തിയിരിക്കും. ബിസ്മില്ലാ. ആ ബേക്കിലുള്ള ആളുകൾ ഒന്ന് കയറി ആ മുമ്പിലുള്ള കസേരകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ ഭംഗിയാവും. കുറേ ആളൊന്നും വേണമെന്നില്ല, ഉള്ള ആളുകൾ നല്ല ആവേശത്തോടെ ഇരുന്നാൽ മതി, അല്ലേ? ഒന്ന് ഒരു ബൈത്തും കൂടി പാടുമ്പോൾ ഒന്ന് മുന്നോട്ട് വന്നൂടെ? അന്ത ഉമ്മുൻ അം അബൂ ബറഅയ്നാ ഫീഹിമാ
مثل حسنك قط يا سيدي خير النبي الصلاة على النبي رسول الشفيع الأبطاهي അറബി. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ തന്റെ ഹിജ്റയുടെ തൊട്ടു മുമ്പത്തെ വർഷം റജബ് 27 നടത്തിയ യാത്രയാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ്. അത് കേവലം ആത്മാവ് കൊണ്ടുള്ള യാത്രയായിരുന്നില്ല, മറിച്ച് അത് ശരീരത്തോടെയുള്ള യാത്രയായിരുന്നു എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹുവിന്റെ വചനമാണിത്. പടച്ച തമ്പുരാൻ പറയുകയാണ്, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദി, ഒരു രാത്രിയുടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്റെ ഇഷ്ടദാസനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ അല്ലാഹു മഹോന്നതനാണ്. അവന്റെ ഔന്നിത്യത്തെ ഞാൻ വാഴ്ത്തുകയാണ്. അല്ലാഹു വലിയവനാണ്. സുബ്ഹാന എന്ന പദപ്രയോഗമാണ് അല്ലാഹു നടത്തിയിട്ടുള്ളത്. സുബ്ഹാന എന്ന പദം അത്ഭുതത്തെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് അത്ഭുതം? എന്താണ് അത്ഭുതം? ഒരു രാത്രിയുടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ ഇഷ്ടദാസനെ കൊണ്ടുപോയി എന്നത് വലിയ അത്ഭുതമാണ്. അതൊരു ആത്മാവ് കൊണ്ടുള്ള യാത്രയായിരുന്നുവെങ്കിൽ അതിലെന്ത് അത്ഭുതപ്പെടാനാണുള്ളത്? നമ്മളൊക്കെ ആത്മാവ് കൊണ്ടുള്ള യാത്ര നടത്തുന്നവരാണ്. സാധാരണക്കാരായ നമ്മൾ പോലും പ്രിയപ്പെട്ടവരെ ആത്മാവ് കൊണ്ടുള്ള യാത്രകൾ നടത്താറുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ രാത്രി കിടന്നുറങ്ങിയാൽ നമ്മുടെയൊക്കെ ആത്മാക്കൾ ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുന്നതാണ്. അള്ളാഹുവിന്റെ അർശിന്റെ പരിസരത്തേക്ക് നമ്മുടെ ആത്മാവുകളെ യാത്ര ചെയ്യുന്നുണ്ട്. രാത്രി നമ്മൾ കിടന്നുറങ്ങിയാൽ അവിടെ പുണ്യനബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു മനുഷ്യൻ രാത്രി കിടന്നുറങ്ങുന്ന നേരത്ത് ഫമൻ ബാത ത്വാഹിറാ സജദ ഇൻദൽ അർശ്. ഒരു മനുഷ്യൻ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് വുളൂ ചെയ്ത് ശുദ്ധിയോടെയാണ് കിടന്നുറങ്ങുന്നത് എങ്കിൽ ആ ആത്മാവിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അർശിന്റെ തൊട്ടടുത്ത് തന്നെ സുജൂദ് ചെയ്യാൻ സാധ്യമാകുന്നതാണ്. എന്നാൽ ഒരാൾ രാത്രി ഉറങ്ങുന്ന നേരത്ത് വുളൂ ചെയ്യാതെയാണ് കിടന്നുറങ്ങുന്നത് എങ്കിൽ സജദ ബഈദൻ അനിൽ അർശി, അല്ലാഹുവിന്റെ അർശിന്റെ ഒരുപാട് അകലെയാണ്, ഒരുപാട് ദൂരെയാണ് ആ ആത്മാവിന് സുജൂദ് ചെയ്യാൻ സാധ്യമാവുക എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിശ്വാസികളാണ്, നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉറങ്ങാൻ നേരത്തെ എങ്ങനെയാണ് നമ്മൾ ഉറങ്ങേണ്ടത്? എല്ലാവരും ഉറങ്ങുന്നത് പോലെ ഉറങ്ങേണ്ടവരാണോ? നമ്മളല്ല. നമ്മൾക്ക് ഒരുപാട് പാരായണം ചെയ്യാനുണ്ട്, ഖുർആൻ ഓതാനുണ്ട്, ദിക്ർ ചൊല്ലാനുണ്ട്, അതിന് ഉറങ്ങുന്നതിന് മുമ്പ് വുളൂ ചെയ്യാനുണ്ട്, മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. മുത്തുനബി തങ്ങളുടെ ചര്യ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടവരാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സാധാരണക്കാരായ നമ്മുടെ അർവാഹുകൾ, നമ്മുടെ ആത്മാക്കൾ പോലും പ്രിയപ്പെട്ടവരെ രാത്രികാലങ്ങളിൽ ആകാശ ലോകത്തേക്ക് സഞ്ചരിക്കാറുണ്ട് എന്നതാണ്. എന്നാ പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവ് കൊണ്ടാണ് യാത്ര നടത്തിയതെങ്കിൽ അതിലെന്ത് അത്ഭുതമാണുള്ളത്?
അതുകൊണ്ട് മുത്തനബി തങ്ങൾ നടത്തിയ യാത്ര അത് കേവലം ആത്മാവ് കൊണ്ടുള്ള യാത്രയല്ല, അതൊരു സ്വപ്നയാത്രയല്ല, മറിച്ച് അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെയാണ് ആ യാത്ര നടന്നിട്ടുള്ളത്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കാണ് കൊണ്ടുപോയത്. ആ മസ്ജിദുൽ അഖ്സയെ പറ്റി അല്ലാഹ് പറഞ്ഞു, അല്ലദീ ബാറക്നാ ഹൗല. ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് മുഴുവനും, ചുറ്റുപാടിൽ മുഴുവനും നാം ബർക്കത്ത് ചെയ്തിരിക്കുകയാണ്. എന്താണ് മുഅ്മിനീങ്ങളെ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ബർക്കത്ത് എന്താണെന്നറിയോ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് പ്രവാചകന്മാരുടെ മസാറുകൾ, മഖ്ബറകൾ ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുണ്ട്. ഒരുപാട് പ്രവാചകന്മാർക്ക് വഹി ഇറങ്ങിയ സ്ഥലമാണത്. ഒരുപാട് പ്രവാചകന്മാരെ കാലുകുത്തിയ സ്ഥലമാണത്. അതാണ് ആ മസ്ജിദുൽ അഖ്സയുടെ പ്രത്യേകത, അതിന്റെ ബറക്കത്ത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഞാൻ ആ യാത്രയെക്കുറിച്ചൊന്നും വിശാലമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ധാരാളം നിങ്ങൾ ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, മറ്റു പല സന്ദർഭങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന യാത്ര, അല്ലെ? ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാനാണ് അല്ലാഹു കൊണ്ടുപോയത്. ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് ഹബീബായ നബി തങ്ങളെ നാം അങ്ങനെ ഒരു യാത്ര നടത്തിയത്. മാത്രമല്ല ഖദീജ ബീവിയുടെ വേർപാടിൽ വല്ലാതെ മനം നൊന്ത് പ്രയാസപ്പെട്ടിരിക്കുന്ന പ്രവാചകരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാത്രക്ക് തിരഞ്ഞെടുക്കുന്നത്. അങ്ങ് വിഷമിക്കല്ലേ നബിയേ, ഞാനുണ്ട് കൂടെ എന്ന് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. ഒരാശ്വാസം നൽകാനാണ് അങ്ങനെ ഒരു യാത്ര നടത്തിയത് എന്നും ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ അരികിലെത്തി, അല്ലെ? ഒരുപാട് പ്രവാചകന്മാരുടെ ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങി. ഒരുപാട് നബിമാരുടെ ഓരോ ആകാശങ്ങളിലും നബിമാരിങ്ങനെ സ്വീകരിക്കുകയാണ്. എണ്ണമില്ലാത്ത മലക്കുകളുടെയും വലിയ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ സവിധത്തിലെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പടച്ച റബ്ബിന്റെ അരികിലെത്തി അള്ളാഹുവിനോട് സംസാരിച്ച് തിരിച്ചു മടങ്ങുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു സമ്മാനം നൽകിയത് മുത്തുനബി തങ്ങളുടെ മുബാറക്കായ കരങ്ങളാൽ. ഈ ഉമ്മത്തിനൊരു സമ്മാനം നൽകുകയാണ്. ആ സമ്മാനമാണ് നമുക്കറിയാവുന്നതുപോലെ 5 നേരമുള്ള നമസ്കാരം എന്ന് പറയുന്നത്, അല്ലെ? അള്ളാഹു നൽകിയ സമ്മാനമാണ് മിഅ്റാജിന്റെ രാവിൽ. നമ്മളൊക്കെ സാധാരണ സമ്മാനം നൽകുന്ന ആളുകളാണ്, അല്ലെ? അല്ലെ? നിങ്ങളാരും നൽകലില്ലേ? സമ്മാനം കൊടുക്കലുണ്ടാ? ഗിഫ്റ്റ് കൊടുക്കാറുണ്ടാ? ഗൊന്താവുന്നില്ലേ ഞാൻ ചോദിക്കണത്? മനസ്സിലാവുന്നില്ലേ? പഠിച്ചോനെ, ആരോടാണ് പഠിച്ചോനെ? ഇല്ല, നിങ്ങൾക്ക് തിരിയുന്നില്ല ഞാൻ പറയുന്നത്? എന്നെ കട്ടി കൂടുന്നുണ്ടല്ലേ മലയാളം? അർത്ഥാന്നുണ്ടല്ലേ? അപ്പൊ സമ്മാനം കൊടുക്കലുണ്ടോ ഞാൻ ആർക്കെങ്കിലും? ജീവിതത്തിൽ ഇന്നോളം കൊടുത്തിട്ടില്ല, അല്ലെ? ഇനി നോക്കണോ? എത്ര കൊടുക്കണോ? സമ്മാനം എല്ലാം കൊടുക്കണോ? ആർക്ക് കൊടുക്കണോ? പെഞ്ഞായിക്ക ഒക്കെ പെഞ്ഞായിക്കന്നെ കൊടുക്കേണ്ടത്, അല്ലെ? ഭാര്യക്ക് സമ്മാനം കൊടുക്കണം, ഭാര്യ ഭർത്താവിന് നൽകണം, ബാപ്പ മക്കൾക്ക് നൽകണം, മക്കള് ബാപ്പാക്ക് നൽകണം. സമ്മാനങ്ങൾ പരസ്പരം നൽകുന്നത് മനസ്സിലൊരു സ്നേഹവും സന്തോഷവും ഊട്ടിയുറപ്പിക്കാൻ കാരണമാണ്. നിങ്ങൾ സമ്മാനങ്ങൾ നൽകണേ, അത് നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ, അല്ലേ? ഗിഫ്റ്റ് നൽകുന്നത് സ്നേഹത്തിന് കാരണമാണ്. വെഡിങ് ആനിവേഴ്സറിക്ക് എന്താ ചെയ്യേണ്ടത്? കേക്ക് മുറിക്കലല്ല, പിന്നെ എന്താണ്? കേക്ക് മുറിച്ചിട്ടല്ല, അത് വേണ്ട, അല്ലെ? അത് വേണ്ടല്ലേ? കൂടെ ഉണ്ട കേക്ക് മുറിയുണ്ട? ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലേ? നിങ്ങൾ വേറെ തന്നെ പറയണ്ടെന്ന് തോന്നുന്നു എനിക്ക്. നല്ല മനുഷ്യന്മാർ മാഷാ, അങ്ങനത്തെ ഒന്നും ഇല്ല ഇവിടെ. കൂടെ ഇല്ല, അതിൻ്റെ അപ്പുറത്തെല്ലാം ഉണ്ട്, അല്ലേ? നല്ല നാട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലായിടത്തും ഇപ്പൊ കേക്ക് മുറിക്കുന്നതാണ്, അല്ലേ? ബർത്ത്ഡേക്കൊന്നും കേക്ക് മുറിക്കണ്ട. മകന്റെ 4ാമത്തെ വയസ്സാണ്, ബർത്ത്ഡേ ആണ്. എന്ത് ചെയ്യണം? ഒരു നല്ല സമ്മാനം കൊടുക്കുക മകന്, അല്ലെ? ഒരു 4-3 വയസ്സുള്ള കുട്ടിക്ക് കളിപ്പാട്ടം കൊടുക്കുക, ഒരു ടോയ്സ്.
കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് നല്ല സമ്മാനങ്ങൾ കൊടുക്കുക. അത് വലിയ കാര്യമാണ്. എന്തിനാ ഈ സമ്മാനങ്ങൾ കൊടുക്കുക? നമ്മൾ ഫ്രണ്ട്സിനും സമ്മാനം കൊടുക്കാറുണ്ട് അല്ലെ, ചങ്ങാതിമാർക്കും സമ്മാനം കൊടുക്കേണ്ടതാണ്. എന്തിനാണ് കൊടുക്കുന്നത്? സമ്മാനങ്ങൾ നൽകുന്നത് അവര് നമ്മളെ മറന്നു പോകാതിരിക്കാനാണ്, ഒരു ഓർമ്മക്കാണ് സമ്മാനങ്ങൾ നൽകുക അല്ലെ. ചില നമ്മള് വാച്ച് നൽകും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നൽകും. അങ്ങനെയൊക്കെ നൽകുന്നത് ഒരു ഓർമ്മക്കാണ്. ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവർക്ക് നമ്മളെ ഓർമ്മ വരും. ഇത് നൽകിയ ആളെ അവർ ഓർത്തുകൊണ്ടേയിരിക്കും. അതിനാണ് സമ്മാനങ്ങൾ നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജിന്റെ രാവിൽ മുത്തുനബി തങ്ങളുടെ കയ്യിൽ ഈ ഉമ്മത്തിന് നൽകിയ സമ്മാനം അത് നിസ്കാരമാണ്. എന്തിനാണ് ആ സമ്മാനം നൽകിയത്? ഞാനിപ്പോ പറഞ്ഞല്ലോ, അതിനു വേണ്ടി തന്നെയാണ്. നമ്മൾ അവനെ മറക്കാതിരിക്കാൻ. സൂറത്തു ത്വാഹ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅഖിമിസ് സ്വലാത ലിദിക്രി, നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണേ, എന്നെ ഓർക്കാൻ. അപ്പൊ നിസ്കാരം എന്തിനുള്ളതാണ്? നിസ്കാരം എന്ന സമ്മാനം അല്ലാഹു നൽകിയത് അവനെ നിരന്തരം ഓർക്കാൻ വേണ്ടിയാണ്, പടച്ച റബ്ബിനെ മറന്നു പോകാതിരിക്കാനാണ്. ദിനേന 5 നേരം അല്ലെ, 5 നേരം നമ്മൾ അല്ലാഹനെ നിർബന്ധമായും ഓർക്കേണ്ടതാണ്. നിസ്കാരം വളരെ പ്രധാനമാണ്. സാന്ദർഭികമായി എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അതിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിലൊരു വീഴ്ചയും വരുത്താൻ പാടില്ല അല്ലെ. നിസ്കാരത്തിന്റെ കാര്യം വളരെ പ്രധാനമാണ്. ലോകത്തിന്റെ നായകൻ ഈ ലോകത്തോട് വിട പറയുമ്പോ അവിടുത്തെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നത് കണ്ടപ്പോ ആയിഷ ഉമ്മ അവിടുത്തെ കാത് കൂർപ്പിച്ചു, ചുണ്ടോടടുപ്പിച്ചു. മുത്തുനബി തങ്ങളുടെ ചുണ്ടോടടുപ്പിച്ചു വെച്ചപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹ് പോരെ സദസ്സൊന്നും സലാത്തിരുന്നില്ല. സ്റ്റേജിൽ നിന്ന് ഉസ്താദ്മാരെല്ലാം ചെല്ലുന്നുണ്ട്, നിങ്ങൾ ചെല്ലണം. ഇയാളെ കൊണ്ട് കുടുങ്ങിയെന്ന് തോന്നിയോ? അങ്ങനെ തോന്നിയോ? ഒന്നും മിണ്ടുന്നില്ല. ഇത് ഒന്നും മുണ്ടിക്കണല്ലോ പഠിച്ചോനെ. 10 മണി വരെ സമയമുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾ ഒരിക്കലെങ്കിലും ഞങ്ങളെ മുണ്ടിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെൻ്റെ കൂടെ ഇല്ലേ? അപ്പോൾ ഒന്ന് ഉണ്ടണം ഇൻഷാ അല്ലാഹ്. അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നത്? ഇടങ്ങറായാലും ഇപ്പം എന്താ പറഞ്ഞു വന്നത്? അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ടു. എന്താ? സലാത്ത്. സലാത്ത് ഉറക്കെ ചെല്ലണം. മാഷാ അല്ലാഹ്. അതാര് പറഞ്ഞത്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കെ ചെല്ലണേ. മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി അവിടുത്തെ കാത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുണ്ടോട് അടുപ്പിച്ചപ്പോ അല്ലെ, മുത്തുനബി തങ്ങൾ എന്താണ് പറഞ്ഞത്? ഈ ലോകത്തോട് വിട പറയാം നേരത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഉമ്മത്തി അസ്വലാ. പ്രവിശാലമായ ഈ അറേബ്യൻ ഭൂഖണ്ഡം എന്റെ കാലശേഷം ആര് ഭരിക്കണമെന്ന് പറയാമായിരുന്നു. മുത്തുനബി തങ്ങൾ അത് പറഞ്ഞില്ല. ഉണ്ടോ അല്ലേ? ഞാൻ മരിച്ചാൽ ഈ നാട് ആര് ഭരിക്കണം? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പറഞ്ഞില്ല. അതിനേക്കാളും പ്രധാനമായി മുത്തുനബി തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തി, ഉമ്മത്തി, എന്റെ ഉമ്മത്തെ അസ്വലാ, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. അതിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. നിസ്കാരം വളരെ പ്രധാനമാണ്. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം പരിശോധിക്കുന്നത് നമ്മുടെ നിസ്കാരത്തിന്റെ ഫയലാണ്. മലക്കുകൾ ആദ്യം പരിശോധിക്കുക നമ്മുടെ നിസ്കാരത്തിന്റെ ഫയലാണ്. ആ ഫയൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരിത്തിരി ളുഹുറില്ല, മറ്റൊരു സ്ഥലത്ത് അസ്റില്ല, പിന്നൊരു സ്ഥലത്ത് മഗ്രിബില്ല, മറ്റൊരു സ്ഥലത്ത് ഇശാ ഇല്ല, സുബ്ഹില്ല. ആ ഫയൽ അങ്ങനെ തന്നെ മടക്കി വെക്കും. ബാക്കിയുള്ള ഫയൽ ഒന്നും അല്ലാഹു മലക്കുകൾ തൊടൂല എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ? ബാക്കിയുള്ള ഫയൽ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഫയലുകളൊക്കെ വേറെയാണ്. നിസ്കാരത്തിന്റെ ഫയൽ തുറന്നു നോക്കുമ്പോൾ അതിലൊരുപാട് കുറവുകളുണ്ട്. എന്നാൽ ആ ഫയൽ അങ്ങനെ തന്നെ അല്ലാഹു മടക്കി വെക്കും. ബാക്കിയുള്ള ഫയലുകളൊന്നും പരിശോധിക്കില്ല എന്ന് ഹദീസുകളിൽ കാണാം. എന്നാൽ നിസ്കാരത്തിന്റെ ഫയൽ ക്ലിയർ ആണോ? അതിലെല്ലാ നിസ്കാരങ്ങളും വളരെ കറക്റ്റായി നിർവഹിച്ചയാളാണോ എങ്കിൽ ബാക്കിയുള്ള ഫയലുകൾ പരിശോധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ.
അപ്പൊ വളരെ പ്രധാനമാണ് നിസ്കാരത്തിന്റെ കാര്യം. എന്റെ വാഴ്ന്നു കേൾക്കുന്ന ചെറുപ്പക്കാരോട് പ്രത്യേകിച്ചും മറ്റുള്ളവരോട് പൊതുവിലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്ത് വന്നാലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്തരുതേ. മുത്തുനബി തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലോകത്തോട് വിട പറയുമ്പോൾ പോലും ലോകത്തിന്റെ നേതാവ് പറഞ്ഞത്, ഉമ്മത്തികളെ എന്റെ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. യൗമയദു ആദമും വൽ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമയദു ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. ഈ ദുനിയാവിനോട് വിട പറയുമ്പോ ഉമ്മത്തികളെ കാര്യത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെട്ടത്. നാളെ പരലോകത്ത് ഹബീബായ നബി തങ്ങൾ ശബ്ദിക്കുന്നതും ഈ ഉമ്മത്തിന് വേണ്ടിയാണ്, മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ടിയാണ്. അല്ലാഹു ആ ഹബീബിന്റെ കൂടെ സ്വർഗ്ഗം കടക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിസ്കാരം അല്ലാഹു നൽകിയ സമ്മാനമാണ് മിഅ്റാജിന്റെ രാവിൽ. അതിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. അതിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. നിസ്കാരം അത് വളരെ പ്രധാനമാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹു നൽകിയ സമ്മാനമാണ്. നമ്മൾ ഒരാൾക്കൊരു സമ്മാനം കൊടുത്താൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരു വാച്ച് കൊടുത്തു അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കൊടുത്തു, ഒരു സമ്മാനം നമ്മൾ ആർക്കാണ് കൊടുത്തത്, അയാൾ അത് ഉപയോഗിക്കാതെ ഇങ്ങനെ വെക്കുകയാണെന്ന് വിചാരിച്ചു, അയാൾ അത് ഉപയോഗിക്കുന്നില്ല. സ്വാഭാവികമായും കൊടുത്താക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അല്ലെ, ഒരു വിഷമം വരും. നമ്മളെങ്ങനെ അയാളുടെ കൈക്ക് ഇങ്ങനെ നോക്കും, നമ്മൾ കൊടുത്ത വാച്ച് കെട്ടിയിട്ടുണ്ടോന്ന്. മനസ്സിലാവുന്നുണ്ടാ? നമ്മൾ കൊടുത്ത വാച്ച് കെട്ടുന്നുണ്ടോ നമ്മൾ നോക്കും. നോക്കുമ്പോൾ അയാൾ കെട്ടുന്നില്ല, നമുക്ക് അയാളോട് എന്ത് ചെയ്യും, മനസ്സിലൊരു സങ്കടം ഉണ്ടാവില്ലേ? എന്നാലും ഞാൻ കൊടുത്ത ഒരു ഗിഫ്റ്റ് അത് വേണ്ട രീതിയിൽ അവൻ പരിഗണിച്ചില്ലല്ലോ എന്ന് ഒരു സങ്കടം ഉണ്ടാവും. അള്ളാഹു നമുക്ക് നൽകിയ ഗിഫ്റ്റാണ് നിസ്കാരം. ആ നിസ്കാരം വേണ്ട പോലെ പരിഗണിക്കാത്തവർ, ആ നിസ്കാരത്തെ വേണ്ട പോലെ ശ്രദ്ധിക്കാത്തവരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അതൃപ്തി ഉണ്ടാകും, വിഷമമുണ്ടാകും. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, ആരെങ്കിലും നാം നൽകിയ സമ്മാനത്തെ വേണ്ട വിധം പരിഗണിക്കാതിരുന്നാൽ, എന്നെ ഓർക്കാതിരുന്നാൽ, അവർക്ക് ദുനിയാവിൽ തന്നെ ഇടുങ്ങിയ ജീവിതമാണ് ഉണ്ടാവുക, ഇടുങ്ങിയ ജീവിതമാണ് നാം നൽകുക. അവർക്ക് ഇടുങ്ങിയ ജീവിതമാണ് നാം നൽകുക. നിസ്കരിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കണേ. ഇതുവരെ ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു മാപ്പ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി അങ്ങോട്ട് നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ഞാൻ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കാരത്തിന്റെ കാര്യം പുരുഷന്മാരോടും സ്ത്രീകളോടും ഒക്കെ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിൽ പുരുഷന്മാര് വലിയ ശ്രദ്ധ ചെലുത്തണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെ, നിസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ ശ്രമിക്കണം. നമ്മൾ കുറെ ആളുകൾ അല്ലെ, പള്ളിയുടെ അടുത്ത് വീടുള്ള ആളുകൾ പോലും ഇങ്ങനെ ഒരു മടി പിടിച്ച് വീട്ടിലിരിക്കും. ബാങ്ക് കേട്ടാലും പള്ളിയിൽ പോകാത്ത എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അല്ലെ. ഉസ്താനോട് ചോദിച്ചാൽ ഉസ്താദ് കൃത്യമായിട്ട് പറയും. ഇപ്പൊ ഞാൻ തൽക്കാലം ചോദിക്കുന്നില്ല, ഉസ്താനെ പറയാനും ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളെ മുമ്പ് തന്നെ എങ്ങനെ പറയല്? സുബീക്ക് ജമാഅത്ത് മാഷാ അല്ലാഹ്, നിങ്ങൾ സ്വാലിങ്ങൾ തന്നെ ഉണ്ടാവും തന്നെ സദുർസ്താദ് പറയുന്നത്. കത്തി ഉസ്താദ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ സാർ സുബീക്കല മാഷാ അല്ല മാഷാ അല്ലാഹ്. അധ്യക്ഷര സുബീക്കലുണ്ടല്ലേ? മാഷാ അല്ലാഹ്. അപ്പൊ സുബീക്കല നല്ല ആളുണ്ടാവും എന്നാണ് പറയുന്നത്. മാഷാ അല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് നല്ലതും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഭയങ്കര സന്തോഷമായി. സുബീക്ക് ജമാഅത്തിന് ഉണ്ടാവുന്ന ഉസ്താദ് പറയാണ്. സാധാരണ ഉസ്താദന്മാർക്ക് അങ്ങനെ പറയാൻ കഴിയലില്ല, ആരും ഉണ്ടാവലില്ല. അൽഹംദുലില്ലാഹ്, ജമാഅത്ത് വളരെ പ്രധാനമാണല്ലേ, വളരെ പ്രധാനമാണ്. മുഅ്മിനീങ്ങളെ, ജമാഅത്തായി തന്നെ നമസ്കരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെ. അത് നാട്ടിൽ തന്നെ ആവണമെന്നില്ല.
എവിടെ പോയാലും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പള്ളിയുണ്ട്. കേരളത്തിലും കേരളത്തോടൊട്ടി നിൽക്കുന്ന ഈ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലും വളരെ മനോഹരമായ പള്ളികളുണ്ട്, മനോഹരമായ മഹല്ലത്തുകളുണ്ട്. അത് നമ്മുടെ നാടിന്റെ മാത്രം ചിത്രമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ മേന്മയാണത്. ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം നടന്നതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ഉലമാവും ഉമറാവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് മനോഹരമായ പള്ളികൾ, മദ്രസകൾ, അറബിക് കോളേജുകൾ, അക്കാദമികൾ നാടിന്റെ പല ഭാഗങ്ങളിലും സ്ഥിതി ചെയ്യുന്നത്. അല്ലേ? നമ്മൾ ഈ കർണാടകത്തിന്റെ മറ്റു പല വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒന്ന് പോയി നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെടും. അവിടങ്ങളിൽ പള്ളികളില്ല, മദ്രസകളില്ല, വളരെ കുറവാണ്, അറിവ് കുറവാണ്, അതിനുള്ള അവസരങ്ങൾ കുറവാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെ ഒരു പണ്ഡിത സംഘടന ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാടുകളിലൊക്കെ ഇഷ്ടം പോലെ പള്ളികളുണ്ട്. എവിടെയാണെങ്കിലും ജമാഅത്തിന്റെ സമയമാണോ പള്ളിയിലേക്ക് പോകാനും ജമാഅത്തിൽ പങ്കാളികളാകാനും നമ്മൾ ശ്രദ്ധിക്കണം. പറയുന്ന എന്നോട് ആദ്യമായും കേൾക്കുന്ന ബഹുമാന്യ സദസ്സിനോട് രണ്ടാമതായും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ജമാഅത്തിന്റെ കാര്യം വളരെ പ്രധാനമാണ്. ഒരു അന്ധനായ സ്വഹാബി വര്യൻ ഹബീബായ നബി തങ്ങളെ മുന്നിൽ വന്നു. അന്ധനായ സ്വഹാബി, കണ്ണ് കാണുന്നില്ല, അന്ധെന്ന് പറഞ്ഞാൽ അറിയില്ലേ, കണ്ണ് കാണാത്ത സ്വഹാബി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് കണ്ണ് കാണുന്നില്ല നബിയേ, എന്റെ കണ്ണിന് കാഴ്ചയില്ല. എന്റെ വീടാണെങ്കിൽ പള്ളിയിൽ നിന്ന് കുറച്ചകലെയാണ്, കുന്നുകളും പർവ്വതങ്ങളൊക്കെ താണ്ടി വരണം പള്ളിയിലേക്ക് എത്താൻ. എന്റെ കൈ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളും എനിക്കില്ല നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നമസ്കരിച്ചോട്ടെ നബിയേ, എനിക്ക് സമ്മതം തരുമോ യാ റസൂലല്ലാഹ്? അന്ധനാണ്, വീട് ഒരുപാട് അകലെയാണ് പള്ളിയിൽ നിന്ന്, കൈപിടിച്ചു കൊണ്ടുവരാൻ ഒരാളില്ല. 3 കാരണമാണ്. ഹബീബ നബി തങ്ങൾ ആ മനുഷ്യന്റെ സങ്കടം കണ്ടപ്പോ പറഞ്ഞു, ആയിക്കോട്ടെ, നീ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളൂ. ആ സ്വഹാബി സന്തോഷത്തോടെ മടങ്ങാണ്. മടങ്ങുമ്പോ ഹബീബ നബി തങ്ങൾ ഉടനെ വിളിച്ചു, ഇങ്ങോട്ട് വാ, തആൽ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഹബീബ നബി തങ്ങൾ വിളിക്കുകയാണ്. ആ സ്വഹാബിയൻ വീണ്ടും ഹബീബിന്റെ അരികിൽ വന്നപ്പോ മുത്തനബി തങ്ങൾ ചോദിച്ചു, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാറുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ബാങ്ക് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അന്ധനായ, കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാളില്ലാത്ത, പള്ളിയിൽ നിന്ന് ഒരുപാട് അകലെ വീടുള്ള ആ സ്വഹാബി വര്യനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് കേൾക്കുന്നുണ്ടോ? എങ്കിൽ പള്ളിയിൽ വന്നേ പറ്റൂ എന്ന് മുഹമ്മദ് മുസ്തഫ. ഗൗരവമാണല്ലേ, എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെ നിസ്സാരമായി കാണരുത്. വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അലൽ ആലിയാൽ അവലസ്സുതൂരി ബിസ്മില്ലാഹി ബദ്അൽ ഖാലിഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ സുഹാബി മല്ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യുവാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ആരോഗ്യം, യൗവനം, അല്ലേ, നല്ല തടിമിടുക്കും ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട് ഒന്ന് മര്യാദക്ക് നിസ്കരിക്കാൻ കഴിയാത്തവരാണ് നമ്മളെങ്കിൽ എത്ര മോശാണത്. നാളെ പടച്ചോനെ കണ്ടുമുട്ടണ്ടേ, അള്ളാനെ കണ്ടുമുട്ടണ്ടേ. ദുനിയാവിൽ അള്ളാനെ മറന്നവരെ നാളെ അള്ളാഹു മറക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലെ, ദുനിയാവിൽ അള്ളാനെ മറന്നവരുണ്ട്, ഇഷ്ടം പോലെ കാണാം. അല്ലെ, കുറഞ്ഞ ആൾക്കാർക്ക് അള്ളാനെ ഓർമ്മയുള്ളൂ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയൊക്കെ നല്ല ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള പദം ഖലീലുൻ എന്ന പദമാണ്. ഖലീലുൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം കുറച്ച് എന്നാണ്. അപ്പോ ഉദാഹരണം ഖുർആനിൽ നോക്കൂ, നമ്മൾ വഖലീലും മിൻ ഇബാദിയശ് ശുകൂർ, എന്റെ അടിമകളിൽ വളരെ കുറഞ്ഞ ആളുകളാണ് നന്ദി ബോധമുള്ളവർ. നാം ചെയ്ത നിഅമത്തുകൾക്ക് നന്ദിയുള്ളവർ വളരെ കുറവാണ്. നല്ല മനുഷ്യന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് കുറച്ചാൾക്കാരെ ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ അല്ലേ. വലിയ മഹല്ലാണിത്. എല്ലാരും കൂടെ ഇവിടെ വന്നാൽ ഈ സ്ഥലം മതിയാവോ? മതിയാവോ? ഇവിടെ ഒരു ഗാനമേളയാണ്, നല്ല DJ ഡാൻസ് പാർട്ടി ആണെങ്കിൽ ഈ സ്ഥലം മതിയാവോ? വയലിന്റെ മജ്ലിസാകുമ്പോ, വയലിന്റെ സദസ്സാകുമ്പോ പ്രസിഡന്റിന് അല്ലെങ്കിൽ സെക്രട്ടറിക്ക് പറയേണ്ടി വരികയാണ്, എല്ലാരും ഒന്ന് ഉള്ളിൽ കയറി നമ്മുടെ സദസ്സൊന്ന് പൂർത്തിയാക്കണം, കുറെ കസേര ബാക്കിയുണ്ട്, എല്ലാവരും ഒന്ന് ഇരുന്ന് സഹകരിക്കണം എന്നൊക്കെ പറയാണ് അല്ലെ. ഒരു ഡാൻസ് പാർട്ടി ആണെങ്കിൽ അതിന്റെ സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് എന്താ പറയേണ്ടി വരിക? എല്ലാവരും ഒന്ന് സഹകരിക്കണം, ഞമ്മ കൈന്നത്ര കസേര ഇട്ടിന്, ഞമ്മ കൈന്നത്ര എന്തെല്ലോ ആക്കിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയൊരു ജനക്കൂട്ടം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെയാണ് പറയേണ്ടി വരിക. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ കുറഞ്ഞ ആളുകളാണ് നന്മയുടെ പക്ഷത്ത് ഉണ്ടാവുക. നമ്മളതിൽ ബേജാറാക്കിയിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി ദ്വാരക്ക് അത്രയേ ഉള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ എവിടെയെല്ലാം അള്ളാഹു നല്ലവരെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഖലീലുൻ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്സർ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചിന്തിക്കാത്തവരെ പറ്റി. പ്രിയപ്പെട്ടവരെ, തെമ്മാടികളെ പറ്റി, അള്ളാനെ മറന്നുപോകുന്നവരെ പറ്റി അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് അക്സറുഹുമുൽ ഫാസിഖൂൻ. ജനങ്ങളിൽ അധിക ആളുകളും തെമ്മാടികളാണ്, അധിക ആളുകളും ലാ യഅഖിലൂൻ, ചിന്തിക്കാത്തവരാണ്. ചിന്തിക്കാത്ത ആളുകളാണ് അല്ലേ. നാളെ അല്ലേ, മരിച്ചതിന് ശേഷമല്ലേ, ആഖിറല്ലേ, പരലോകമല്ലേ, അതിപ്പൊന്നുമല്ല, ഇനിയും കുറെ ഉണ്ടല്ലോ. ചിന്തിക്കാത്ത ആളുകളാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹനെ മറന്നു പോകാൻ പാടില്ല. എന്തെല്ലാം നിഅമത്തുകൾ നമുക്കുണ്ടായാലും ആ നിഅമത്തുകളിൽ നമ്മൾ ഇങ്ങനെ ആനന്ദം കൊണ്ടാലും ആ നിഅമത്തുകൾ നമുക്ക് തന്ന അല്ലാഹുവിനെ മറന്നു പോകാതിരിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. കാരണം എന്തെന്നറിയോ? യുഅ്താ ബിൽ അബ്ദി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഓരോ അടിമകളെയും റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നതാണ്. അള്ളാന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും ഓരോ അടിമകളെയും. യാ അല്ലാ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ആ കൂട്ടത്തിൽ ഉണ്ടാകും. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമത്രേ, അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അടിമകളോടും ചോദിക്കുമത്രേ, അലം അജ്അൽ ലക സംഅൻ വ ബസറാ അലം അജ്അൽ ലക മാലൻ വ വലദാ, നിനക്ക് ഇഷ്ടം പോലെ സമ്പത്ത് തന്നിട്ടില്ലടാ ഞാൻ, ഇഷ്ടം പോലെ മക്കളെ തന്നിട്ടില്ലേ, നിനക്ക് എന്തിന്റെ കുറവാണ് ഞാൻ വരുത്തിയത്? എല്ലാം നിനക്ക് വാരിക്കോരി തന്നിട്ടില്ലേ? കാഴ്ച ശക്തി തന്നിട്ടില്ലേ? കേൾവി ശക്തി തന്നിട്ടില്ലേ? ഇതെല്ലാം നിനക്ക് നൽകിയപ്പോ, നീ ഇതെല്ലാം ദുനിയാവിൽ ഇങ്ങനെ ആസ്വദിച്ചപ്പോ നീ ആലോചിച്ചിട്ടുണ്ടോ? അന്നക മുലാഖിയ യൗമക ഹാദാ, ഇങ്ങനെ ഒരു വിചാരണ ദിവസം വരാനുണ്ട് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ ഇങ്ങനെ കണ്ടുമുട്ടേണ്ട ഒരു ദിവസം നിനക്ക് വരാനുണ്ട് എന്ന് നീ ആലോചിച്ചിരുന്നോ സഹോദരാ? നാളെ പരലോകത്ത് പടച്ച റബ്ബ് ചോദിക്കുമ്പോ ദുനിയാവിൽ അല്ലാഹനെ മറന്ന മനുഷ്യൻ അല്ലാഹുവിനോട് പറയുമത്രേ, ലാ യാ റബ്ബ്, പടച്ചവനെ അല്ലാഹുവേ, ഞാൻ ഇങ്ങനെ ഒരു വിചാരണ ദിവസത്തെ, ഹിസാബിന്റെ ദിവസത്തെ ഞാൻ ഓർത്തിട്ടില്ല അല്ലാ. ദുനിയാവിൽ ഞാൻ കളിച്ചു മതിച്ച് രസിച്ച് നടക്കുന്നതിനിടയിൽ ആഖിറത്തെ ഞാൻ അങ്ങ് മറന്നുപോയി അല്ലാ, ഇങ്ങനെ ഒരു ദിവസത്തെ ഞാൻ ഓർത്തിട്ടേ ഇല്ല. അങ്ങനെ പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുമത്രേ, അൽയൗമ അൻസാക കമാ നസീതനി, എടാ ദുനിയാവിൽ നീ എന്നെ മറന്നതുപോലെ ഇന്ന് നിന്നെ ഞാനും മറക്കുകയാണെടാ.
ദുനിയാവിൽ നീ എന്നെ മറന്നതുപോലെ ഇന്ന് നിന്നെ ഞാനും മറക്കുകയാണ് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയുമെന്ന് താജ്ദാറേ മദീന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പറയുന്ന എന്നോട് ആദ്യമായും കേൾവിക്കാരായ നിങ്ങളോട് രണ്ടാമതായും ഓർമ്മപ്പെടുത്തട്ടെ, മുഅ്മിനീങ്ങളെ അല്ലാഹുവിനെ ഓർമ്മ വേണം, അല്ലാഹുവിനെ ഓർമ്മ വേണം. പടച്ചോനെ മറക്കുന്ന ഇഷ്ടം പോലെ ആളുകളാണ് നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലുള്ളത്, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളത്, അല്ലെ? എല്ലാവരും ഇന്ന് അല്ലാഹുവിനെ മറന്ന കളിയാണ് കളിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. ഒരു കല്യാണം നടന്നാൽ ആ കല്യാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഇങ്ങനെ എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ നാട്ടിൽ നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞതുപോലെ ഇവിടെ കല്യാണവുമായി ബന്ധപ്പെട്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണത്തിന്റെ അകത്തൊന്നുമില്ല. പെണ്ണുങ്ങളെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവരും നല്ല പോലെ സഹകരിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ തന്നെ ആക്കുന്നില്ല. അങ്ങനെ സ്വീകരിക്കപ്പെട്ടു പോയെങ്കിൽ കുറെ പൈസ കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണെന്നറിയില്ല. ഒന്ന് ഉറക്കെ ആമീൻ പറഞ്ഞ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലെ? എല്ലാവരും നല്ല പോലെ ബക്കറ്റ് വരുമ്പോൾ നല്ലോണം ബക്കറ്റിൽ ഇടണം. അല്ലെ? അല്ലാഹു നിങ്ങൾ നൽകുന്നതിലും നിങ്ങളെ കയ്യിലുള്ളതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ കാസർഗോഡ് തന്നെ ഇടുന്നില്ല. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ ആ ഭാഗത്തേക്കും കിടക്കുന്നില്ല. ഓരോ വിഷയം പറയാൻ നോക്കുമ്പോ അങ്ങതെല്ലാം നേരെ ഉണ്ട് ഇട, പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഓരോന്ന് ഞാൻ ഉസ്താമറിങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ട്. അപ്പൊ എല്ലാം നേരെ ഉണ്ട്. ഇങ്ങനല്ലേ നല്ല മനുഷ്യന്മാരെന്നാണ് പറയുന്നത്. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ നന്മ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. തലമുറകളായി നിലനിർത്തി തരുമാറാവട്ടെ. നമ്മൾ നന്നായ മാത്രം പോരാ, പിന്നെ നമ്മളെ മക്കളെയും ആ വഴിയിൽ തന്നെ കൊണ്ടുപോകണം. ഇപ്പൊ ഇങ്ങനത്തെ വഴുതലെല്ലാം വരുമ്പോ ഞമ്മ മാത്രം വന്നങ്ങ് പോരാ, നമ്മൾ മക്കളെയും കൂട്ടിയിട്ട് വരണം. ചെറുപ്പക്കാരെ നന്നാവണം. യുവാക്കൾ ദീനിന്റെ പ്രതീകങ്ങളാവണം. അല്ലെ? യുവാക്കൾ നന്നാവണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലെ? യുവാക്കൾ നന്നായാൽ ഒരു നാട് നന്നാവും. യുവാക്കൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. യൗവന സമയമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത്. യൗവന സമയമാണ്. ഏകദേശം ഒരു 10, 18, 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സമയമാണ് യൗവനം. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണത്. ആ യൗവന സമയം സാധാരണഗതിയിൽ ചെറുപ്പക്കാരൊക്കെ പല വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടുന്ന സമയമാണത്. ഒരു ചെറുപ്പക്കാരൻ അവന്റെ യൗവന സമയം അല്ലാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ ചെലവഴിച്ചാൽ അല്ലാഹു അവന് അർശിന്റെ തണൽ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓർക്കെ സലാത്തൊക്കെ ഒന്ന് ഉറക്കെ ചൊല്ലണം. മുഹമ്മദ് മുസ്തഫ. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അർശിന്റെ തണലിന്റെ അവകാശികൾ 7 ആളുകളാണ്. അതിലൊരു വിഭാഗം പുണ്യനബി തങ്ങൾ പറഞ്ഞത് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് വളർന്നു വന്ന ചെറുപ്പക്കാരനാണ്. ദീനിയായി വളർന്നു വന്ന ചെറുപ്പക്കാരൻ. അവനെ പള്ളിയിൽ നോക്കിയാൽ കാണാം, ഏതു നേരത്തും നിസ്കാരത്തിന്റെ സമയമാണോ അവൻ പള്ളിയിലുണ്ടാവും. മദ്രസയിൽ ഒരു പരിപാടി നടക്കുകയാണ്, നബിദിന പരിപാടി. പള്ളിയിൽ ഒരു മനോഹരമായ ഇതുപോലെയുള്ള പരിപാടി പ്രോഗ്രാം നടക്കുകയാണ്, അവിടെ അവനുണ്ടാവും, ആ ചെറുപ്പക്കാരൻ ഉണ്ടാവും. അതാണ് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് വളർന്നു വരുന്ന ചെറുപ്പക്കാരൻ, നല്ല മതബോധമുള്ള യുവാക്കൾ, അവർക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകുമെന്നാണ്. അർശിന്റെ തണൽ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ദുനിയാവിൽ മനുഷ്യൻ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ കണക്കനുസരിച്ച് കാലിന്റെ ഞെരിയാണി വരെ, കാൽമുട്ടുവരെ, അരവരെ, കഴുത്തുവരെ, തലവരെ, തലയ്ക്ക് മുകളിലും വിയർപ്പിനാൽ മുങ്ങിക്കുളിക്കുന്ന നേരത്ത് 7 വിഭാഗം ആളുകളെ അല്ലാഹു മാറ്റി നിർത്തുന്നതാണ്. അവർക്ക് അല്ലാഹു അർശിന്റെ തണലിട്ട് കൊടുക്കും. അതിലൊരു വിഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അതുകൊണ്ട്
അതുകൊണ്ട് യുവാക്കളെ, അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ കഴിയണം. നല്ല ചങ്ങാതിമാര് വേണം. നന്മയിലേക്ക് നമ്മളെ നയിക്കുന്ന ചങ്ങാതിമാരാവണം നമുക്കുണ്ടാവേണ്ടത്. സൗഹൃദ ബന്ധങ്ങളിലാണ് പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ മോശക്കാരായി പോകുന്നത്. സൗഹൃദ ബന്ധങ്ങളിലൂടെയാണ്, അല്ലെ? ചങ്ങായിപ്പാടിലൂടെയാണ്, അല്ലേ? അല്ലേ? അല്ലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അല്ലേ? അങ്ങനെയാണ്, അല്ലെ? ചങ്ങായിമാരിലൂടെയാണ്. കുറേ ചങ്ങായിമാരുണ്ടാവും, അല്ലെ? സൗഹൃദ ബന്ധങ്ങൾ, അതിലൂടെയാണ് നമ്മുടെ മക്കൾ മോശക്കാരാകുന്നത്. നന്നാകുന്നതും അതിലൂടെ തന്നെയാണ്. നല്ല ചങ്ങാതിമാരെ തിരഞ്ഞെടുത്താൽ നമ്മൾ അങ്ങനെ നന്നാവും, നമ്മുടെ ചെറുപ്പക്കാര് നന്നാവും. മോശപ്പെട്ട ചങ്ങാതിമാരാണ് കൂടെയുള്ളതെങ്കിൽ പിന്നെ പറയണ്ട, ഓന്റെ കാര്യം പോക്കന്നെ, അല്ലെ? ഗാഞ്ച ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാണെങ്കിലോ, ഗാഞ്ചല്ല ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. അതും ഇവിടെ ഇല്ലേന്ന് ഉണ്ടാവുമല്ല, ഇവിടെ എന്തും ഇല്ല എന്ന് പറഞ്ഞ പോലെ അതും ഉണ്ടാവല. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഗാഞ്ച എന്തായാലും ഉണ്ടാവല. ഉണ്ടാ? അത് കൊണ്ടുന്നില്ല, ചെറുങ്ങനെ ഉണ്ട് എന്ന് കാണുന്നു. ഉണ്ടാ? അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തുമാറാവട്ടെ, അല്ലെ? ഗാഞ്ചൊക്കെ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ എന്തൊരു സങ്കടമാണ്. എല്ലായിടത്തും എത്തിപ്പോയി ലഹരി. നമ്മുടെ നാട്ടിൽ ലഹരി എന്ന് പറയും, കഞ്ചാവ്, ലഹരി, അല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കൊറോണ കാലത്ത് നമ്മുടെ കേരളത്തിൽ ഒരു പെൺകുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, തലയിൽ തട്ടമിട്ട ഒരു മുസ്ലിമത്തായ പെൺകുട്ടി, ഒരു മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ ഒരു പെൺകുട്ടി പറയാൻ, കോവിഡ് കാലത്ത് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത നോക്കിയപ്പോൾ കണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താണ് ആ പെൺകുട്ടി പറയുന്നതെന്നറിയോ? ഞാൻ ഇപ്പൊ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. 3 വർഷക്കാലമായി ഞാൻ മാരകമായ MDMന്റെ കാരിയറാണ്. ഞാൻ മാരകമായ MDMന്റെ ഏജന്റാണ്, അതിന്റെ കാരിയറാണ്. ഒരുപാട് എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അഭിമാനത്തോടെ പറയല്ല, സങ്കടത്തോടെ പറയാണ്. എന്നെ ചില ആളുകൾ പെടുത്തിയതാണ്. 3 വർഷമായി ഞാൻ ഇതിന്റെ ഏജന്റാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എത്രാം ക്ലാസ്സിൽ? ഏകദേശം 10ാം ക്ലാസ്സിൽ വെച്ചാണ് ഇത് പറയുന്നത്. 7ാം ക്ലാസ് മുതൽ ഞാൻ ഇത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉപയോഗിക്കാൻ മാത്രമല്ല, മറിച്ച് ഇതിന്റെ കച്ചവടം കൂടെ. ആരായി പറയണത്? ആരാണി പറയുന്നത്? കുന്തും ഖൈറു ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ലോകത്തെ ഏറ്റവും നല്ല സമുദായമെന്ന് ഖുർആൻ പറഞ്ഞ ഈ ഉമ്മത്തിന്റെ അവസ്ഥയാണ് മുഅ്മിനീങ്ങളെ. നമ്മുടെ ഒരു സഹോദരിയാണ് 7ാം ക്ലാസ് മുതൽ എന്ന് പറഞ്ഞാൽ, ശരിയാം വണ്ണം പറഞ്ഞാൽ ഒരു 12-13 വയസ്സുള്ള നേരത്ത് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. കഞ്ചാവിന്റെ ഉപയോഗം മാത്രമല്ല, അതിന്റെ വിതരണം, അതിന്റെ വിപണനം, അതിന്റെ കച്ചവടം. ഒരു പെൺകുട്ടി പറയാൻ, പെൺകുട്ടിയാണ്, ആൺകുട്ടിയുമല്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ള കുട്ടികളുടെ കാര്യമൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഉമ്മമാരെ, ബാപ്പമാരെ, പ്രത്യേകിച്ച് ഉമ്മമാരെ, മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം, നല്ല ശ്രദ്ധ വേണം. അള്ളാഹു തന്ന ഗിഫ്റ്റാണ് മക്കൾ എന്ന് പറയുന്നത്. ഔലാദുകും ഹിബത്തുല്ലാഹി ലക്കും, അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്മാനമാണ്, ദാനമാണ്, ഹിബത്താണ് നിങ്ങളുടെ മക്കളെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടാവിന്റെ ഗിഫ്റ്റാണ്. അള്ളാഹു തന്ന ഗിഫ്റ്റാണ്. നാളെ പഠിച്ചവൻ ചോദിക്കും, നാളെ അള്ളാഹു ചോദിക്കും, ഞാൻ നിനക്ക് മക്കളെ തന്നിട്ട് ആ മക്കൾക്ക് നീ ദീനീ ബോധം നൽകിയിട്ടുണ്ടോ പെണ്ണേ? ആ മക്കൾക്ക് നീ മതബോധം നൽകിയിട്ടുണ്ടോ? ചോദ്യം ചെയ്യും നാളെ. ഉമ്മമാരെ, കൂടുതലും നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പുരുഷന്മാരായ നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാനുള്ള പെടാപ്പാടിലാണ്. ഭാര്യ മക്കളെ പോറ്റി വളർത്തണം, അതിന് ഫണ്ട് വേണം, പണം വേണം. ആ പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അതിനിടയിൽ വേണ്ട വിധം മക്കളെ ശ്രദ്ധിക്കാൻ കഴിയണമെന്നില്ല. ഉമ്മമാരെ, നിങ്ങളുടെ കൈകളിലാണ് മക്കളുള്ളത്. അവരെ നന്നാക്കേണ്ടത് നിങ്ങളാണ്. അവരെ നന്മയുടെ നറുമണങ്ങളാക്കേണ്ടത് നിങ്ങളാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം. മക്കളുടെ കൂട്ടുകാരാരാണ്? അവരാരോടൊപ്പമാണ് സ്കൂളിൽ പോകുന്നത്? ആരോടൊപ്പമാണ് വരുന്നത്? സ്കൂളിൽ അവരുടെ കൂട്ടുകാർ ആരാണ്? നല്ല കുട്ടികളാണോ? ഇതൊക്കെ കൃത്യമായി നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എന്റെ മകൾ അങ്ങനെയൊന്നും ഉള്ളവളല്ല എന്ന നമ്മുടെ ഒരു വിശ്വാസമുണ്ട്. അതവിടെ തൽക്കാലം ആ വിശ്വാസം അവിടെ ഇരുന്നോട്ടെ. നല്ല ജാഗ്രത കാണിച്ചില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അപകടത്തിലേക്കാണ് പോകുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി
നന്നാക്കി തരട്ടെ. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ആരുടെ കൂടെയാണോ നമ്മൾ കൂടുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാവുക. നമ്മളെ ചങ്ങാതിമാര് നല്ല പള്ളിയിൽ വരുന്ന നല്ല യുവാക്കളാണ് എങ്കിൽ നമ്മൾ നന്നാവും, അല്ലെ? നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ മോശമാവും. അതുകൊണ്ട് നല്ല സൗഹൃദ ബന്ധങ്ങളെ തിരഞ്ഞെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 4 കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹിന്റെ കോടതിയിൽ ചോദ്യം ഉണ്ടാവുന്നതാണ്. ആ 4 കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ വഅൻ ഇൽമിഹി ഫീമാ ഫഅല ഫീഹി വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖാ വഅൻ ജിസ്മിഹി ഫീമ അബ്ലാ. കളവി പറയാത്ത നാവിന്റെ ഉടമ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. മോണിറ്റർ കുറച്ചുകൂടി കൂട്ടിയാൽ ഹമ്മിങ് ആവോ? കൂക്കൂന്നാക്കോ? ഇല്ലല്ലേ? അപ്പൊ കൂട്ടിക്കോ. കൂക്കുമ്പോ കുറക്കണം ഇൻഷാ അല്ലാഹ്. അതാ കൂക്കുന്ന കുറക്കണം. ആ നിർത്തനായ ഉസ്താദ് തോക്കും പിടിച്ചിട്ട് കാത്തുക്കുന്നുണ്ട്. അല്ല, തോക്കല്ല, മൊബൈലും പിടിച്ചിട്ട് സമയമായി എന്നാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വയത് പറഞ്ഞിട്ട് മതിയായിട്ടില്ല, നിങ്ങൾക്ക് കേട്ടിട്ട് മതിയാനാന്ന് എനിക്കറിയില്ല. നല്ല ഒരു അത്യാവശ്യം നല്ല റാഹത്തുള്ള സദസ്സാണ്, നല്ല മൈക്കുമാണ്. നിർത്താൻ സത്യം പറഞ്ഞ വിഷയം എവിടെ എത്തിയിട്ടുമില്ല. അപ്പോൾ പക്ഷെ നിയമപാലകരെ നമ്മൾ അനുസരിക്കണമല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം പാലിക്കേണ്ടവരാണ് നമ്മൾ, പാലിക്കുന്നവരുമാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് ആ ഹദീസ് ഒന്ന് മുഴുമിപ്പിച്ചോട്ടെ ഞാൻ അതല്ലേ നെഞ്ച് വറക്കുന്നുണ്ടാകുന്ന പ്രശ്നം. ആ ഹദീസ് ഒന്ന് മുഴുമിപ്പിച്ചോട്ടെ. 4 കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ചോദ്യം ഉണ്ടാവും. അതിന് മറുപടി കൊടുക്കാതെ ഒരു മനുഷ്യന്റെ കാൽപാദം 1 ഇഞ്ച് മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കുകയില്ല. അൻ ഉംരിഹി ഫീമ അഫ്നാ, ഒന്ന് അല്ലാഹു നൽകിയ വയസ്സിനെ കുറിച്ച് ചോദിക്കും, ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. ഫീമ അഫ്നാ, എങ്ങനെയാണ് നീ നിന്റെ ആയുസ്സിനെ നശിപ്പിച്ചു കളഞ്ഞത്? 60 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം ഒക്കെ ജീവിച്ചിട്ടില്ലേ, എന്ത് ചെയ്തു, എന്താക്കി? അള്ളാഹിന്റെ ചോദ്യം ഉണ്ടാവും, അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാവും. കൃത്യമായ മറുപടി കൊടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ഹദീസൊക്കെ വായിക്കുമ്പോ ഇങ്ങനെ പേടിയാവുകയാണ്. നാളെ മറുപടി കൊടുക്കണം. ആയുസ് എന്തിന് ചെലവഴിച്ചു, എങ്ങനെ ചെലവഴിച്ചു, അല്ലേ? കല്യാണം മുടക്കിയ ആൾക്കാരുണ്ടാവും കുറെ. അള്ളാഹിനോട് പറയേണ്ടി വരും, ഞാൻ കുറെ മംഗലം മുടക്കി. അല്ലാഹ് മംഗലം മുടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ? ഇല്ലല്ലേ? ഇല്ലാന്ന് പറയും. ഇല്ല. നല്ല നാടാണ് മാഷാ അല്ലാഹ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് സമൂഹത്തിൽ. ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാന്നറിയോ? ഖൈറുക്കും മൻ താല ഉംറു വഹസുന അമലു. കുറേ കാലം ജീവിക്കുകയും ജീവിച്ച കാലം അത്രയും ആളുകൾക്ക് ഗുണം ചെയ്ത ആള്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ആൾ, അവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ് നബിയെ? സ്വഹാബത്തിന്റെ ചോദ്യം. പുണ്യനബി തങ്ങൾ പറഞ്ഞു, മൻ ത്വാല ഉംറു വസാ അമലു. കുറേ കാലം ജീവിച്ചു, ജീവിച്ച കാലം അത്രയും എല്ലാരെയും ബുദ്ധിമുട്ടിച്ചിട്ടാണ് പോയത്. അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും, എല്ലാരെയും ബുദ്ധിമുട്ടിച്ചു, അല്ലേ? അവർ മരിക്കാൻ വേണ്ടി ആൾക്കാർ കാത്തുക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യും. രണ്ടാമതായി അള്ളാഹു നൽകിയ അറിവിനെ കുറിച്ച് ചോദിക്കുന്നതാണ്. ആ അറിവനുസരിച്ച് നീ അമല് ചെയ്തിട്ടുണ്ടോ? നീ ആ അറിവിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ?
വഅൻ മാലി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ. മൂന്നാമത്തെ ചോദ്യം നിന്റെ സമ്പത്തിനെ കുറിച്ചാണ്. സമ്പത്തിനെ കുറിച്ചാണ്. എങ്ങനെയാണ് അത് സമാഹരിച്ചത്, എങ്ങനെയാണ് അത് ചെലവഴിച്ചത്, ആ സമ്പത്ത് വാരിക്കൂട്ടിയത് എങ്ങനെയാണ് അതിനെ ചെലവഴിച്ചത്. കൃത്യമായ കണക്ക് കൊടുക്കണം ഖാലിഖായ റബ്ബിന്റെ മുന്നിൽ. മുഹമ്മദുർ റസൂലുള്ളാഹി. നാലാമത് പറഞ്ഞു വഅൻ ജിസ്മിഹി ഫീമ അബ്ലാ. അല്ലാഹു നൽകിയ ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കും. എങ്ങനെയാണ് നീ നിന്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളഞ്ഞത്. ഈ 4 ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുക്കണം. ചെറുപ്പക്കാരാ, യുവാക്കളെ, അള്ളാഹു നൽകിയ നമ്മുടെ ആയുസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് യൗവന സമയം. ആ സമയത്താണ് കൂടുതൽ ആവേശത്തോടെ ഇബാദത്ത് ചെയ്യാൻ, നന്മ ചെയ്യാൻ, ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുന്നത് ആ യൗവന സമയത്താണ്. ആ യൗവന സമയം നല്ലപോലെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തല്ലാതെ വഴിയില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, കുറച്ചുകൂടി പറഞ്ഞു ഉസ്താദേ എന്നായിട്ട് പറയുന്നില്ല. അപ്പൊ നിർത്തണം തന്നെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതായാലും പിന്നെ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്ത ഇനിയൊരു അവസരത്തിൽ നല്ല പാങ്ങല കുറച്ച് നമുക്ക് പറയാം അല്ലെ. ഇപ്പൊ സമയം വളരെ കുറഞ്ഞുപോയി. ഏതായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ റഹ്മാൻ. ദുആ ചെയ്യാൻ വേണ്ടി ഒരാൾ 1000 രൂപ അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും ചുരിഞ്ഞു കൊടുക്കട്ടെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച വീട്ടുകാരൻ, അള്ളാഹു ആ വീട്ടുകാരനും അവരുടെ കുടുംബത്തിനൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ആ വീട്ടിലും കുടുംബത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല ഭക്ഷണമാണ് ഒരുക്കിയത്. അതേപോലെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, ദുആയിലേക്ക് കടക്കുകയാണ്. ദുആക്ക് മുമ്പായി എന്തെങ്കിലുമൊക്കെ ഒരു സദഖ ചെയ്യുന്നത് ദുആക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരിക്കുന്ന എല്ലാവരും ഒന്ന് വന്ന് ഇവിടെ ഒന്ന് നിൽക്കുക. എല്ലാവരും ചെറിയവർ വലിയവർ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരാൾ തുടങ്ങിക്കോ. ബിസ്മില്ല. ഒന്ന് ഇങ്ങോട്ട് വരിക, ഒന്ന് കൈ മുസാഫഹത്ത് ചെയ്യുക. ഒരുപാട് മുഅ്മിനീങ്ങൾ ഉള്ളതല്ലേ, എന്റെ കൈ പിടിച്ച് പുണ്യം നേടാനല്ല, നിങ്ങളെ കൈ പിടിച്ച് സ്വാലിഹീങ്ങൾ ഉണ്ടാവും, നിങ്ങളെ കൈ പിടിച്ച് പുണ്യം നേടാൻ വേണ്ടിയാണ്. എല്ലാവരും ഇങ്ങോട്ട് വരിക, ഒന്ന് മുസാഫഹത്ത് ചെയ്ത് അവിടെ തന്നെ നിൽക്കുക. അങ്ങോട്ട് പോണ്ട, നമുക്ക് ഇവിടെ വെച്ച് തന്നെ ദ്വാരക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. എല്ലാവരും വരി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആറ് പോണ്ട ദുആ കഴിഞ്ഞാൽ പിന്നെ പോണില്ലാറും